അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ ഏകദൈവത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമാണ് പ്രധാനമായും സംസാരിക്കുന്നത്. ബഹുദൈവ വിശ്വാസികൾ പരലോക നിഷേധികളാണ്. പരലോകമാണ് യഥാർത്ഥ ജീവിതമെന്നും അവിടേക്ക് വേണ്ടിയാണ് ഈ ലോക ജീവിതത്തിൽ മനുഷ്യൻ സജ്ജരാവേണ്ടത് എന്നുമാണ് ഖുർആൻ പറയുന്നത്. പരലോക നിഷേധികളായ ബഹുദൈവ വിശ്വാസികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരുടെ ബഹുദൈവ വിശ്വാസവും പരലോക നിഷേധവും ഖുർആൻ മനസ്സിലാക്കുന്നതിന് അവർക്ക് തടസ്സമായി നിൽക്കും എന്ന കാര്യമാണ് ഇന്ന് പഠിക്കുന്ന 45-46 ആയത്തുകളിൽ പറയുന്നത്. വൈദാ ഖറഅത്തൽ ഖുർആന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വൈദാ ഖറഅത്തൽ ഖുർആന, നബിയെ താങ്കൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ജഅൽന ബൈനക വ ബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി, താങ്കൾക്കും പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്കുമിടയിൽ നാം ഉണ്ടാക്കും ഹിജാബൻ മസ്തൂറ, മറക്കപ്പെട്ട ഒരു മറ. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ എന്നാണ്. മസ്തൂറൻ എന്ന് പറഞ്ഞാൽ മറക്കപ്പെട്ടത്, മറക്കുന്നത് എന്നാണ്. അപ്പോൾ മറക്കുന്ന മറ എന്ന് പറഞ്ഞാൽ ഒരു അദൃശ്യമായ മറ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊടുക്കുമ്പോൾ, ഖുർആനിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ബഹുദൈവ വിശ്വാസികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ അള്ളാഹു ഒരു മറ കൊണ്ടുവെക്കും എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ? അവരുടെ ബഹുദൈവ വിശ്വാസവും പരലോക നിഷേധവും ഖുർആനും അവർക്കുമിടയിൽ ഒരു മറയായി നിലകൊള്ളും എന്നാണ്. അവർ മുൻധാരണയോടുകൂടി നമ്മുടെ വിശ്വാസത്തിനെതിരായി ഖുർആൻ പരലോക വിശ്വാസത്തെക്കുറിച്ചും ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുമാണ് പറയുന്നത്, അതുകൊണ്ട് ഖുർആൻ ശരിയല്ല എന്ന മുൻധാരണയുമായിട്ടാണ് അവർ ഖുർആൻ കേൾക്കുക. അതുകൊണ്ട് തന്നെ അത് അവരുടെ ഉള്ളിലേക്ക് കടക്കുകയില്ല. ഖുർആനിൽ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ തയ്യാറാവുന്ന നിഷ്പക്ഷരായി ഖുർആൻ കേൾക്കുന്നവർക്കാണ് ഖുർആൻ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുക. എന്നാൽ പരലോക നിഷേധികളായ സത്യനിഷേധികൾ ഖുർആൻ കേൾക്കുമ്പോൾ അവരത് ശ്രദ്ധിക്കുകയില്ല. വജഅൽന അലാ ഖുലൂബിഹിം അക്കിന്നതൻ, അവരുടെ ഹൃദയങ്ങൾക്ക് നാം മൂടിയിടുന്നു. കിനാൻ എന്നതിൻ്റെ ബഹുവചനമാണ് അക്കിന്നത്ത് എന്നത്. ഒരു സാധനം മറ്റുള്ളവയുമായി ബന്ധമില്ലാതെ മാറ്റിവെക്കാൻ, സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ഉറ, സെഞ്ചി പോലുള്ളവക്കാണ് ഇത് പറയുക. അൻ യഫ്ഖഹൂഹു, അത് മനസ്സിലാക്കുന്നതിന്. അക്കിന്നത്തൻ അൻ യഫ്ഖഹൂഹു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നതിന് ഒരു മറ എന്ന് പറഞ്ഞാൽ ഖുർആൻ മനസ്സിലാകാതിരിക്കുന്നതിന്, ഗ്രഹിക്കാതിരിക്കത്തക്കവണ്ണമുള്ള ഒരു മറ. വജഅൽന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം ആക്കും അഖിന്നതൻ അൻ യഫ്ഖഹൂഹു, അത് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മറ. ഖുർആൻ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മറ അള്ളാഹു ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അത് കേട്ട് മനസ്സിലാക്കാനുള്ള മനസ്സ് അവർക്കുണ്ടാവില്ല എന്നാണ്. ഖുർആനെ നിഷ്പക്ഷമായി സമീപിക്കാൻ കഴിയാത്ത വിധം, ഖുർആനോട് ഒരു വെറുപ്പ് ഉണ്ടാവുന്ന വിധം ബഹുദൈവാരാധനയും പരലോക നിഷേധവും അവരിൽ ആണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നാണ്. അത് തന്നെയാണ് തുടർന്നും പറയുന്നത്. ഒഫി ആദാനിഹിം വഖറ, അവരുടെ കാതുകളിൽ അടപ്പും വെച്ചിരിക്കുന്നു. വഖർ എന്ന് പറഞ്ഞാൽ ഭാരം എന്നാണ്. ഇവിടെ മൂടി, അടപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അവരുടെ കാതുകളിൽ അടപ്പും വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും ആലങ്കാരികമായ പ്രയോഗമാണ്. അവരുടെ ചെവികൾ മൂടികൾ ഇട്ട് അടച്ചുപൂട്ടി എന്നല്ല, മറിച്ച് അവർക്ക് ഖുർആൻ കേൾക്കുന്നത് ഒരു വെറുപ്പായി തീരുകയും അങ്ങനെ ഖുർആനെ മനസ്സിരുത്തി കേൾക്കാൻ അവർ തയ്യാറാവാതെ വരികയും ചെയ്യുന്നു എന്നാണ്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ എന്ന് പറഞ്ഞില്ലേ? അവരുടെ ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചക്കും അള്ളാഹു മൂടിയിട്ട് സീൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതുപോലെയാണിത്. അന്ധമായ ഖുർആൻ വിരോധം കൊണ്ട് ഖുർആൻ കേൾക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്ത അവസ്ഥയായിരിക്കും അവരുടേത്. വൈദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹ്ദ, ഖുർആനിൽ നിന്റെ റബ്ബ് ഏകനാണെന്ന നിലയിൽ നീ പരാമർശിച്ചാൽ, നബിയെ താങ്കൾ ഏകനായ ദൈവം അള്ളാഹുവാണെന്ന കാര്യം ഖുർആനിൽ പരാമർശിക്കുമ്പോൾ വല്ലൗ അല അദ്ബാരിഹിം, അവർ പിരിഞ്ഞു പോകുന്നു. നുഫൂറൻ, വെറുപ്പോടുകൂടി. അള്ളാഹുവിൻ്റെ കൂടെ മറ്റ് ദൈവങ്ങളൊന്നുമില്ല,
അവൻ ഏകനാണ് എന്ന കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അവർക്കത് അസഹനീയമായി തോന്നുന്നു. അവരുടെ കുട്ടി ദൈവങ്ങളെ അപമാനിക്കലായി അവർ അതിനെ കാണുന്നു. അങ്ങനെ അവർ നീരസത്തോടെ ഖുർആൻ കേൾക്കാതെ അകന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.